എല്ലാവർക്കും നമസ്കാരം. രത്നം വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നുണ്ട് ചക്ക. കണ്ടില്ലേ, ഇത് വെള്ള ചക്കയാണ്, ഇത് വരിക്കയാണ്. അപ്പോൾ ഇത് കൊണ്ട് ഞാനൊരു എരിശ്ശേരി തയ്യാറാക്കാൻ പോവുകയാണ്. ഞാനിത് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇത് നമുക്കിനിയും ഇതിൻ്റെ ഇത് വട്ടത്തിൽ അരിഞ്ഞിട്ട് ഇതിൻ്റെ കുരു നമ്മൾ എടുക്കത്തില്ല. കുരുവില്ലാതെ ചുള മാത്രം വെച്ചാണ്. പിന്നെ ഈ ചുളയ്ക്കകത്തിരിക്കുന്നൊരു പാടയുണ്ട്, അതും എടുക്കും. ഇതെങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നതിന് മുമ്പ്, നമ്മൾ പാകം ചെയ്യുന്നതിന്, ഇത് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ്, അതായത് വൃത്തിയാക്കുന്നതിന് മുമ്പ് നമ്മൾ കയ്യിലും പിച്ചാത്തിയിലും ഈ പാത്രത്തിലും എല്ലാം എണ്ണ തൂക്കണം. അല്ലെങ്കിൽ അവിടെ എല്ലാം കറ പറ്റാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെയെങ്കിലും കറ പറ്റും, അത്ര സൂക്ഷിച്ചല്ല. അപ്പോൾ നല്ല ഇതേ രീതിയിൽ വട്ടത്തിലാണ് നമ്മൾ ഇത് അരിഞ്ഞെടുക്കുന്നത്. അരിയുന്നെന്ന് പറയും, കട്ട് ചെയ്യുന്നതിനാണ് അരിയുന്നെന്ന് പറയുന്ന രീതിയിൽ വട്ടത്തിൽ ഇതിൻ്റെ കുരു ഇങ്ങെടുത്ത് മാറ്റും. നമ്മൾ കുരു ഇടത്തില്ല കേട്ടോ. ചിലരൊക്കെ കുരു ഇടും, നമ്മൾ ഈ എരിശ്ശേരിക്കകത്ത് കുരു ഇടത്തില്ല. അതുപോലെ ഇതിൻ്റെ പാട കണ്ടോ, അതിൻ്റെ ചുളയ്ക്കകത്തുള്ള കുരുവിൻ്റെ മുകളിലുള്ള ആ പാടയും നമ്മൾ എടുക്കും. അത് ഇപ്പം ഞാൻ അധികം എടുക്കുന്നില്ല, എടുക്കുന്നത് നല്ലതാണ്, നല്ല ടേസ്റ്റാണ് അതിനും. അപ്പോൾ കുറച്ച് പാടയും ഈ ചുളയും 1 കിലോ കാണും. ഇത് ഉപയോഗിച്ചാണ് ഞാനിന്ന് എരിശ്ശേരി തയ്യാറാക്കുന്നത്. കണ്ട് ഇതേ രീതിയിൽ അതിൻ്റെ മുഖത്തിരിക്കുന്ന കൂഞ്ചാണ്, കൂഞ്ചെന്ന് പറയും നമ്മൾ. ആ കൂഞ്ഞ് കണ്ടിച്ച് കളയും. കുറച്ചിരുന്ന് നമ്മൾ കണ്ടിച്ചതാണ്. അപ്പോൾ ഇത് വരിക്കച്ചക്കയാണ്. തേൻ വരിക്കയുണ്ട്, ചെമ്പരത്തി വരിക്കയുണ്ട്. ഇതൊരുമാതിരി വെള്ള വരിക്കയാണ്, നല്ല കട്ടിയുള്ളതാണിത്. നല്ല പിന്നെ അരക്ക് പോലിരിക്കും. നമ്മൾ പിന്നെ ചീനിയൊക്കെ ഉണ്ടല്ലോ, നല്ല നമ്പര് ചീനി, അതായത് കപ്പ വേവിച്ച് എടുക്കുമ്പം ഉള്ള ഒരു പുട്ട് പോലെ വേവും. അപ്പോൾ ഞാനിതെല്ലാം അരിഞ്ഞ് ഇതേ രീതിയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്ത് പിന്നെ ഇങ്ങനെ കിടന്നാൽ നമുക്ക് വെന്ത് വരുമ്പോൾ കഷ്ണമായിട്ട് കിട്ടും. അല്ല നമ്മൾ ഇത് നീളത്തിൽ അല്ലൊക്കെ അരിഞ്ഞിട്ടാൽ നമ്മൾ ചിലപ്പോൾ ഇതിൻ്റെ നൂല് പോലെ ഇങ്ങനെ ഇരിക്കും വെന്തങ്ങ്. ഇതിപ്പോൾ നമുക്കൊരിച്ചിരി കടിക്കാൻ കിട്ടും. എരിശ്ശേരി വെച്ച് കഴിയുമ്പോൾ നമുക്ക് കോരിയെടുത്ത് കടിക്കാനും കഴിക്കാനും നല്ല രസമാണ്. അപ്പോൾ ഇത് ഞാൻ മൺചട്ടിയിലോട്ട് ആണ് വെക്കുന്നത്. മൺചട്ടിയിലോട്ട് മാറ്റി, അപ്പം ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ആദ്യം വെള്ളം ഒഴിക്കരുത്. ആവശ്യത്തിന് ചക്ക വേവാനുള്ള വെള്ളം, പിന്നെ ചക്ക കുഴഞ്ഞു വിരിക്കണമല്ലോ, അതനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കും. ഇതിലേക്ക് നമ്മൾ 5-6 പച്ചമുളക്, നല്ല ഇവിടുത്തെ പച്ചമുളകാണ്, പഴുത്ത് ഉണങ്ങി നിന്നതാണ്, നല്ല എരിവുള്ളതാണ്. അപ്പോൾ ഒരു 6 എണ്ണം മുളകുണ്ട്, ചെറുതാണ്. ആ കാണുന്ന കാന്താരി മോഡലിലൊരു കാന്താരി അല്ല, അതേ രീതിയിൽ നല്ല എരിവുള്ളൊരു പച്ചമുളകാണ്. അപ്പോൾ ഇതും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുവാണ്. ഇട്ട് കൊടുത്തിട്ട് നമ്മളിതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ചെറിയ സ്പൂണ് പിന്നെ ഉപ്പ്, അതായത് 1/2 സ്പൂൺ ഉപ്പ്, പിന്നെ നമ്മൾ ഒരു ടീസ്പൂണിൻ്റെ 4 ഭാഗം വരുന്ന വറ്റൽമുളക് പൊടി, അതായത് കാശ്മീരി മുളക് പൊടി ഒരു ചെറിയ സ്പൂണ്. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമ്മൾ ഇത് നഖക്കേ നിൽക്കണ്ട, മുകളിലും നിൽക്കുക, ഇതിൻ്റെ താഴെ നിൽക്കാവുള്ളൂ. ആദ്യം വെള്ളമായാലും നല്ല വല്ലതായിപ്പോൾ നമ്മൾ ഇത് വേവാനുള്ള വെള്ളം ഒഴിച്ചാൽ മതി. നമ്മൾ കുറച്ച് വെള്ളം ഇതിൻ്റെ അകത്ത് വെള്ളം നിൽക്കത്തക്ക രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഉപ്പുമെല്ലാം ഇട്ടത് നമ്മൾ കൂട്ടി ഇളക്കിയിട്ട് നമ്മൾ അടുപ്പയിൽ വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പം വലിയ ചട്ടിയാണല്ലോ, താഴെ നിൽക്കുന്ന ഈ ചക്ക, അതുകൊണ്ട് ചട്ടി മാത്രമേ കാണുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ പാത്രത്തിലോട്ടങ്ങ് മാറ്റി. സാധാരണ ഈ അടിക്ക് ഈയം പൂശിയതാണ്, നമ്മളിത് അടുപ്പിൽ വെക്കുന്ന പാത്രമാണ്. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ ഇങ്ങനെയുള്ള കറികളൊക്കെ വെക്കുമ്പോൾ ഞാൻ ഇതിനകത്താണ് വെക്കും. ഇതിനകത്തോട്ട് ഞാനങ്ങ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട് കേട്ടോ. വെന്തങ്ങ് അലുത്ത് പായസമാവരുത്. പായസമായാലും അത് കൂട്ടാനൊരു രസമില്ല. ഇതേ രീതിയിൽ കഷ്ണമായിട്ട് ഇച്ചിരിയൊക്കെ കിടക്കണം, എന്നാൽ കുറേ ഉടയുകയും വേണം. നമ്മളിത് കൂട്ടുമ്പം നമുക്കൊന്ന് കടിക്കാൻ കിട്ടണം അതേ രീതിയിൽ. അപ്പം നമുക്ക് ഇതിനെയും അടച്ച് വെച്ചിട്ട് വീണ്ടും നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഞാനിത് അരപ്പെടുത്തത് കാണിക്കാൻ വിട്ടുപോയി. അല്ല, ഈ തേങ്ങ എടുക്കുന്നത് കാരണം തേങ്ങയ്ക്കകത്ത് ഞാൻ 1/4 സ്പൂൺ ജീരകം പൊടിച്ചതും, ഒരു 1/4 സ്പൂൺ പിന്നെ മഞ്ഞൾപ്പൊടിയും, പിന്നെ ഒരു 10-12 ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് എടുത്തു കഴിഞ്ഞ് ഞാനിങ്ങനെ അതിനകത്തുനിന്ന് കുറച്ച് തേങ്ങ എടുത്ത് മാറ്റി.
ഇതാണ്. അപ്പോൾ ഈ തേങ്ങ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കറിയുടെ പ്രധാനപ്പെട്ട ചേരുവയെന്ന് പറയുന്നത് ഇതാണ്. ഈ തേങ്ങ വറുത്ത് ചേർക്കുന്നത്, കടുക് വറുത്തിട്ട് തേങ്ങയും കൂടെ വറുത്ത്, അതാണ് എരിശ്ശേരി എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ എരിശ്ശേരി വെക്കുമ്പോൾ തേങ്ങ വറുത്ത് അരച്ച് നമ്മൾ തയ്യാറാക്കും. ഇപ്പോൾ ഇങ്ങനെയും തയ്യാറാക്കും. നമ്മളിങ്ങനെ തയ്യാറാക്കുന്ന തേങ്ങ കടുക് വറുത്ത് ചേർക്കുകയാണ്, നല്ലപോലെ മൂപ്പിച്ച് ഇതിനകത്ത് ഇട്ട് കഴിയുമ്പോഴാണ് എരിശ്ശേരി ആവുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ പറഞ്ഞില്ല കാണിക്കാൻ. അപ്പോൾ ഇതുപോലെ ഇത് കാന്താരിയുടെ കൂട്ടുള്ളൊരു മുളകാണ്, കാന്താരി മുളകല്ല. ഇതിന് നല്ല എരിവാണ്. ഇത് എന്തോ ബ്ലോക്ക് മുളകെന്ന് പറയും. അപ്പോൾ ഇത് 2 ഞാൻ എടുക്കുന്നുള്ളൂ, കാരണം 5-6 പച്ചമുളക് ഇതിനകത്ത് ഇട്ടല്ലോ. ഇതിൻ്റെ കൂടെ അരയ്ക്കാനായിട്ട് 2 നമ്മൾ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് അവിയലിന് അരയ്ക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ അരഞ്ഞിട്ട് നല്ല തരിപ്പോടുകൂടി തരിതരിയായിട്ട് നമുക്ക് ഇത് അരച്ച് എടുക്കാം. ഈ സമയത്ത് നമുക്ക് അപ്പം നമ്മൾ അരപ്പ് ചേർക്കുന്നത് കാണിക്കാൻ അങ്ങ് വിട്ടുപോയി, കാരണം അപ്പോഴത്തേന് ഇതങ്ങ് ഓഫായിപ്പോയി, ക്യാമറ ഓഫായിപ്പോയി. അപ്പോൾ അരപ്പ് നമ്മൾ ഈ കഷ്ണങ്ങളൊക്കെ അങ്ങോട്ട് വകന്ന് മാറ്റിയിട്ട് അതിൻ്റെ ഇടയ്ക്കിട്ടാണ് നമ്മൾ കുറച്ച് നേരം അടച്ചു വെച്ച് വേവിച്ചായിരുന്നു. കാരണം അരപ്പ് അതിനകത്ത് തേങ്ങായും പച്ചമുളകും അരപ്പും തേങ്ങായും ഒക്കെ ഒന്ന് വേവാൻ വേണ്ടി, പച്ചച്ചുവ മാറാൻ വേണ്ടി നമ്മളങ്ങനെ അടച്ചു വെച്ചായിരുന്നു. ഇപ്പം ഞാൻ അതങ്ങ് കാണിക്കാൻ വിട്ടുപോയി, ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഇച്ചിരി ഓർമ്മക്കുറവൊക്കെ ഉണ്ട്. അന്നേരം അത് കട്ടായപ്പോൾ അടുത്ത ഫോൺ എടുത്തുകൊണ്ട് വന്ന് എടുക്കാൻ വന്നപ്പോഴത്തേന് മറ്റേ വെർഷൻ എടുക്കാനങ്ങ് വിട്ടുപോയി. അപ്പോൾ പിന്നെ ഇതാണ് കാണിക്കാൻ സാധിച്ചത്. അപ്പം നമ്മുടെ ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് തിളച്ച വെള്ളവും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തത്, കാരണം ഒരു ഇച്ചിരി ലൂസ് വേണമല്ലോ. എന്നാൽ നമ്മൾ പാത്രത്തിൽ ഒഴിച്ചാൽ അവിടെ കിടക്കുകയും വേണം, ഓടിപ്പോവരുത്. അതേ രീതിയിലാവണം. നമ്മുടെ കണ്ടില്ലയോ, നമുക്കൊന്ന് കടിക്കാനും നല്ലതുപോലെ ഓരോ കഷ്ണങ്ങളായിട്ടൊക്കെ കിടക്കുന്നുണ്ട്. നന്നായിട്ട് വേവുകയും ചെയ്തു. ഞാൻ ഉപ്പൊക്കെ നോക്കി, ആവശ്യത്തിന് ഉപ്പുമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇതേ രീതിയിൽ ഈ ലൂസായിരിക്കണം നമ്മുടെ. ഇച്ചിരി ലൂസായാലും കുഴപ്പമൊന്നുമില്ല. ഇതിനിപ്പം കുറുകും, ഇരിക്കുമ്പം കുറേ നേരം ഇരിക്കുമ്പോൾ ഇതങ്ങ് കുറുകുകയും ചെയ്യും. അപ്പം നമ്മുടെ ഈ എരിശ്ശേരിയൊക്കെ വെന്ത് പാകപ്പെട്ട് നമുക്കിനി ഇറക്കി വെച്ചിട്ട് ഇതിന് കടുക് താളിക്കാം. ഇതിനായിട്ട് ചട്ടി അടുപ്പേ വെച്ച്, ഞാൻ അധികം വെളിച്ചെണ്ണയൊന്നും ചേർക്കുന്നില്ല, കാരണം 1 മുറി തേങ്ങയാണ് നമ്മളെടുത്തത്. ഇത്രയും ചക്കയ്ക്ക് 1 മുറി തേങ്ങ, നല്ല 1 മുറി തേങ്ങയാണ് എടുത്തത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണാണ് വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത്. ഇതങ്ങോട്ടിട്ട് കടുക് ഇട്ട് പൊട്ടിക്കഴിയുമ്പം നമ്മളതിലേക്ക് ഒരു 3-4 ചെറിയ ഉള്ളി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ചെറിയ ഉള്ളിയെല്ലാം നന്നായിട്ട് ക്രിസ്പി ആയിട്ട് മൂക്കണം, എന്നാലേ ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഈ കറിയുടെ താളിപ്പിലാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പം ഈ ചെറിയ ഉള്ളിയെല്ലാം നല്ല ക്രിസ്പി ആയിട്ട് മൂക്കണം. മൂത്തതിന് ശേഷം നമ്മളിതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നന്നായിട്ട് മൂക്കട്ടെ. അതിന് ശേഷം നമ്മൾ വറ്റൽമുളക് ഇട്ട് കൊടുത്തു. വറ്റൽമുളക് ഇട്ടൊന്ന് ഇളക്കി കഴിയുമ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കും. കറിവേപ്പിലൊക്കെ എത്ര ഇട്ടാലും കുഴപ്പമില്ല, നമ്മുടെ വീട്ടിലെ കറിവേപ്പിലെല്ലാം പോയി. അപ്പോൾ ഉള്ളത് ഞാൻ വീണ്ടും പിച്ചെടുത്തത്, കടയിൽ നിന്ന് അങ്ങനെ മേടിക്കാറില്ല. അപ്പോൾ നമ്മുടെ ഈ ചെറിയ ഉള്ളിയും എല്ലാം വറ്റൽമുളകും എല്ലാം നല്ല ക്രിസ്പി ആയിട്ട് മൂക്കണം. അത് കഴിഞ്ഞ് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുക, വറക്കാം. നമുക്ക് കുറേ തേങ്ങ ചേർക്കാം, ഒത്തിരി തേങ്ങ ചേർത്താൽ അത്രയും ടേസ്റ്റ്. ഇതിപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സ്പൂണിലൊരു ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്, കണക്കാക്കി എടുത്തിരിക്കുന്നത്. നന്നായിട്ട് മൊരിഞ്ഞ് മൂക്കണം. ഈ തേങ്ങ പീര മൊരിഞ്ഞ് മൂക്കണം, അല്ലാതെ ജസ്റ്റ് ഒന്ന് വറുത്തിട്ടാൽ അതിനൊരു ടേസ്റ്റും കാണത്തില്ല, ഒരു രുചി വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മളിത് നന്നായിട്ട് അങ്ങ് വറക്കണം ഈ എണ്ണയ്ക്കകത്ത്. ഇപ്പോൾ ഞാനിത് എണ്ണയൊക്കെ ഞാൻ കുറച്ചാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് എത്ര കൂടുതൽ ഇച്ചിരി ഒഴിക്കണമെന്ന് വിചാരിച്ചാലും എനിക്ക് പറ്റത്തില്ല, അങ്ങനെ അതങ്ങ് ശീലിച്ചു പോയി. നമുക്ക് ഒത്തിരി അസുഖമൊക്കെ ഉള്ളവരല്ല. അപ്പോൾ ഇതിനകത്ത് ഞാൻ പ്രത്യേക ചേരുവ ചേർക്കും. കുരുമുളക് പൊടിയാണ് ഇപ്പോൾ ചേർത്ത്, 1/4 സ്പൂൺ. അത് ഈ ചക്ക ആയതുകൊണ്ട് പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഇതെല്ലാം മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ എരിശ്ശേരിയിലോട്ട് ചേർത്ത് കൊടുക്കാം. എരിശ്ശേരിയുടെ ഒരു സൈഡിലാണ് വീണത്. ഇനി നമുക്ക് മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം നമുക്കിതൊന്ന് അടച്ചു വെക്കാം, കാരണം ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയാണ്. അപ്പം നമ്മൾ കുറച്ച് നേരം കുറച്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് തുറന്ന് നോക്കി നമുക്കിതൊന്ന് കൂട്ടി ഇളക്കി ചേർക്കാം. കണ്ടില്ലേ, കഞ്ഞി കുടിക്കാനും ചോറ് കഴിക്കാനും വെറുതെ കഴിക്കാനും നല്ലതാണ്.
ഞാനൊക്കെ എൻ്റെ ചെറുപ്പകാലത്ത് ഇതൊക്കെ വെറുതെ കോരി ഇട്ട് സ്പൂണുമായിട്ട് നമ്മൾ കോരി കുടിക്കും. നമ്മൾ അസ്ത്രം കഴിക്കുന്ന പോലെ തന്നെ. പക്ഷേ അസ്ത്രത്തിനേക്കാൾ വേറൊരു വ്യത്യസ്തതയുണ്ട്. ഇതിനകത്ത് നമ്മൾ പിന്നെ തേങ്ങ വറുത്ത് ചേർക്കുന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് വേറെ നമ്മളൊന്നും ചേർക്കുന്നില്ല, ചക്ക മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ ചക്ക എരിശ്ശേരി. അപ്പം നമ്മുടെ ചക്ക എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്ത വീഡിയോയിട്ട് വരുന്നവരെയും നന്ദി.